ഷിനു, ആദ്യഘട്ടത്തിൽ ഈ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അത്തരത്തിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പറയപ്പെടുന്നത് ഇവിടേക്ക് വീണ്ടും തിരിച്ചെത്തിയതായുള്ള കാര്യങ്ങളാണ്. ടവർ ലൊക്കേഷനുകൾ ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം മുമ്പോട്ട് പോവുകയാണോ? എന്തൊക്കെ തരത്തിലാണ് ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു ഇന്ന് തിരച്ചിൽ നടത്തിയത്? രജനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഊർജിത അന്വേഷണമാണ് പോലീസ് നടത്തി വരുന്നത്. അന്വേഷണമായി നിയമിച്ചുള്ള 6-അംഗ സംഘം പ്രധാനമായും പ്രതിയെന്ന് സംശയിക്കുന്ന രതീഷിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി വരികയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടിയാണ് ടവർ ലൊക്കേഷൻ നോക്കിയുള്ള അന്വേഷണവും തിരച്ചിലും വിവിധയിടങ്ങളിൽ പോലീസ് നടത്തുന്നുണ്ട്. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി പോലീസിന് ആദ്യ വിവരം ലഭിച്ചെങ്കിലും CCTV ദൃശ്യങ്ങളിൽ ഇയാൾ അതിർത്തി കടന്നതായി മനസ്സിലാക്കി പോലീസ് തമിഴ്നാട്ടിലടക്കം വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. അതേസമയം ഇതിനുശേഷവും ഇയാൾ ഇവിടെ എത്തിയെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ പരിശോധനയിൽ ലഭിച്ച ടവർ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയെങ്കിലും രതീഷിനെ ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിയെ വളരെ വേഗത്തിൽ തന്നെ പിടികൂടുന്ന ഊർജിതമായ അന്വേഷണമാണ് പോലീസ് നടത്തി വരുന്നത്. ഉപ്പുതറയിൽ നിന്ന് ഷിനു ഫിലിപ്പാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി ഷിനു.